ശാസ്ത്രീയ ഉപനിഷത്ത് പഠനം ക്ലാസ് 214. നമ്മൾ 54-ാമത്തെ ഉപനിഷത്തായിട്ട് കഠോപനിഷത്താണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൽ 30-ൽ 21-ാമത്തെ മന്ത്രം മുതലാണ് നമ്മളിന്ന് നോക്കുന്നത്. 21, 22 മന്ത്രങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഇത് മുൻപ് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നിർത്തിവെച്ചതാണ്. ചില സാങ്കേതിക കാരണങ്ങളാണ്. അത് തുടർച്ചയായിട്ട് പോവുകയാണ്, തുടർന്നു പോകാൻ പോവുകയാണ്. എന്നാലും എല്ലാ ദിവസവും ഒന്നും ഉണ്ടാവില്ല. ഭാഗവതം കഴിഞ്ഞതിൻ്റെ ശേഷം ഇത് പിന്നെ തുടർച്ചയായിട്ട് ആ സമയത്ത് ഇടാനാണ് ഉദ്ദേശിക്കുന്നത്. ഇന്ന് നമുക്ക് 21, 22 ആ മന്ത്രങ്ങളുടെ അർത്ഥം എന്താണെന്ന് നോക്കാം. പക്ഷെ അതേസമയം പാരായണം തൽക്കാലം ഒഴിവാക്കിയിരിക്കുകയാണ്. അർത്ഥം വെച്ചുകൊണ്ടാണ് ഇവിടെ വിശദീകരിക്കുന്നത്. അപ്പം 21 എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, പരമാത്മാവ് അചിന്ത്യശക്തിയും വിരുദ്ധ ധർമ്മങ്ങൾ ഉള്ളതുമാണ്. പരമാത്മാവ് എന്ന് പറയുമ്പോൾ പ്രപഞ്ചം ഏതിൽ നിന്നുണ്ടായോ ആ ശക്തി വിശേഷം ചിന്തകൾക്കും അപ്പുറമാണ്. ആ ഒരു ശക്തി പ്രപഞ്ചം ഏതിൽ നിന്നുണ്ടായോ എന്നത് നമ്മളെ ചിന്തകൾ കൊണ്ടൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല. ആ പരമാത്മാവിനെ അല്ലെ ആ ബ്രഹ്മത്തെ, അത് തന്നെയാണ് ഈശ്വരൻ എന്ന് പറയേണ്ടത്. ഈശ്വരൻ അതിൻ്റെ അടുത്ത സ്റ്റേജ്. ഈശ്വരൻ എന്ന് പറയുമ്പോൾ നമ്മളിന്ന് ധരിച്ചു വെച്ചിരിക്കുന്ന തരത്തിലെടുക്കരുത്. പ്രപഞ്ചം ഏതിൽ നിന്നുണ്ടായോ അതിനെ നമുക്ക് വേണമെങ്കിൽ ഈശ്വരൻ എന്നും പറയാം. ആ ഈശ്വരന് രൂപവും ഭാവവും ഇല്ല. അതുകൊണ്ട് നമ്മളെ പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ടൊന്നും അതിനെ മനസ്സിലാക്കാൻ പറ്റില്ല. തൊട്ട് നോക്കിയിട്ടോ രുചിച്ചു നോക്കിയിട്ടോ മണത്ത് നോക്കിയിട്ടോ ഒന്നും കണ്ടുകൊണ്ടോ ഒന്നും ചെയ്യാൻ പറ്റും. ഒരു ഉപകരണത്തിൻ്റെ സഹായത്താലും അതിനെ മനസ്സിലാക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് അതിനെ ചിന്തകൾക്കും അപ്പുറം എന്ന് പറയുന്നത്. കാരണം അത് ചെറുതിൽ ചെറുതുമാണ്, അതേസമയം വലുതിൽ വലുതുമാണ്. അതിൽ നിന്ന് കുറച്ചെടുത്താൽ അത് അതേപോലെ ശേഷിക്കും. ഇങ്ങനെയെല്ലാം പ്രത്യേകത അതിനുണ്ട്. അതുകൊണ്ട് ഈശ്വരനെ അല്ലെ ആ ബ്രഹ്മത്തെ, ആ പരമാത്മാവിനെ, പരബ്രഹ്മത്തെ ഇതുവരെ ഋഷികൾക്ക് പോലും പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മളെ ചിന്തകൾക്ക് അപ്പുറമാണ്. വിരുദ്ധ ധർമ്മങ്ങളാണ് അത് ചെയ്യുക. അത് ഒരു ദിവസം ചെയ്യുന്നതായിരിക്കില്ല, ഒരു സമയം ഒരുത്തിയിൽ ചെയ്യുന്നതായിരിക്കില്ല, വേറൊരുത്തി ചെയ്യുന്നത്. ഈ ലോകത്തിലെ എല്ലാ കർമ്മങ്ങളും അത് ചെയ്യിക്കുന്നുണ്ട്. നമുക്കറിയില്ല, ഒരു കാലത്ത് അത് ചെയ്തിരുന്നത് അടിമ സമ്പ്രദായം. അന്ന് അടിമ സമ്പ്രദായം ലോകമെല്ലാം അംഗീകരിച്ചതാണ്. ആ സമ്പ്രദായം അവിടെ ഉണ്ടാക്കിയതും ആ ശക്തി തന്നെയാണ്. കുറേ കാലം കഴിയുമ്പോൾ കാലത്തിനത് പറ്റിയല്ല, ലോകം പുരോഗമിച്ചു എന്ന് മനസ്സിലാക്കിയപ്പോൾ അതെടുത്ത് കളഞ്ഞിട്ട് വേറൊന്ന് ഉണ്ടാക്കി, ജനാധിപത്യത്തിലേക്കെല്ലാം പോയി. അപ്പം വിരുദ്ധമായത് അത് ചെയ്യും. ലോകത്തിൽ ഒരു സ്ഥലത്ത് വരൾച്ച ഉണ്ടാകുമ്പോൾ വേറൊരു സ്ഥലത്ത് ഭയങ്കര സുഭിക്ഷതയായി. ഒരുത്തിയിലും മഴ കിട്ടുന്നേ ഉണ്ടാവില്ല, മറ്റേ സ്ഥലത്ത് തോരാതെ മഴയായിരിക്കും. അപ്പം അത് ഒരേ സമയം വിരുദ്ധ ധർമ്മങ്ങളുള്ളതാണ്. ഒരേ സമയം അത് വിരുദ്ധ ധർമ്മ പ്രവർത്തികൾ അഥവാ ലീലകൾ സംഭവിക്കും. അതിന് ലീല എന്നാണ് പറയുക. അതിനാൽ തന്നെ അത് ഒരേ സമയം സൂക്ഷ്മത്തിൽ സൂക്ഷ്മവും മഹത്തിൽ മഹത്വമാണ്. അതാണ് പറഞ്ഞത്, ഏറ്റവും സൂക്ഷ്മമായതാണ്. അതിൻ്റെ അളവ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്രയും ചെറുതായിട്ട് വേണമെങ്കിൽ എടുക്കാം. എല്ലാ പ്രപഞ്ചത്തിൽ എത്രമാത്രം വലിപ്പമുണ്ടോ ആ വലിപ്പത്തിനനുസരിച്ച് അതിൻ്റെ അപ്പുറം ഉള്ളതായിട്ട് അതിനെ ചിന്തിക്കാം.
അപ്പം അതിൽ അളവില്ല. അദ്ദേഹം ശയിക്കുമ്പോൾ തന്നെ എല്ലായിടവും സഞ്ചരിക്കുന്നു. ചിലയിടത്ത് അത് ശയിക്കുന്നതായി തോന്നുന്നുണ്ടെങ്കിൽ അതേസമയം അത് വേറെത്തിയിൽ സഞ്ചരിക്കുന്നുണ്ടാകും. ഉദാഹരണം, ലോകത്തിൽ ഒരു സ്ഥലത്ത് വളരെ സമുദ്രം ശാന്തമാണെങ്കിൽ വേറൊരു സ്ഥലത്ത് അതെന്ത് ചെയ്യും, ഭയങ്കര വെള്ളപ്പൊക്കം ഉണ്ടാക്കുന്ന മരുന്നിക്കുന്നതാണ്. അതുപോലെയാണത്. അത് എല്ലാം പ്രവർത്തിപ്പിക്കുന്ന അത് തന്നെയാണ്. ശയിക്കുമ്പോൾ തന്നെ എല്ലായിടവും സഞ്ചരിക്കും, സർവ്വയിടവും വ്യാപിച്ചിരിക്കും. അതില്ലാത്ത ഒരു സ്ഥലമില്ല. എവിടെയെല്ലാം ഉണ്ടോ എവിടെയെല്ലാം നമ്മൾ ചെല്ലുകയാണോ അവിടെയെല്ലാം, ചെല്ലാൻ പറ്റുന്നിടത്തും ചെല്ലാൻ പറ്റാത്തിടത്തും എല്ലാം അത് വ്യാപിച്ച് കിടക്കുകയാണ്. ഇരിക്കുമ്പോഴത് നമ്മളെ കൂടെയുണ്ട്, ഉറങ്ങുമ്പോഴും അവിടെ ഉണ്ട്, നമ്മൾ സഞ്ചരിക്കുമ്പോഴാണെങ്കിൽ നമ്മളെ കൂടെ അത് സഞ്ചരിക്കുന്നുമുണ്ട്. എല്ലായിടത്തിലും രൂപത്തിലും തൻ്റേതായ മഹിമയിലും സ്ഥിതി ചെയ്യുന്നു. എല്ലാ രൂപത്തിലും സ്ഥിതി ചെയ്യും. ഇപ്പം നമ്മളായി മാറിയതും ആ ശക്തിവിശേഷമാണ്, പട്ടിയായി മാറിയതും ആ ശക്തിവിശേഷമാണ്. അത് തന്നെയാണ് പട്ടിയായത്, അത് തന്നെയാണ് നമ്മളായത്. അതിൻ്റേതായ മഹിമയിൽ സ്ഥിതി ചെയ്യുന്നു. ഓരോന്നിലും അതിൻ്റെ രൂപത്തിൽ അത് സ്ഥിതി ചെയ്യും. ഈ രൂപമുള്ള ഒരു ശരീരത്തിലാണ് അത് കയറുന്നുണ്ടെങ്കിൽ ഈ രൂപത്തിൽ പ്രമോദാക്ടേക്ക്, വേറൊരു ജീവിൻ്റെ രൂപത്തിൽ ശരീരത്തിലാണ് കയറിയിരിക്കുന്നതെങ്കിൽ ആ ശരീരം അത് പാമ്പായിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ അതിൻ്റെ മാതിരി അത് ആക്ട് ചെയ്യും. എല്ലാ ഐശ്വര്യങ്ങളുടെയും ഉറവിടമാണ്. ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം ഐശ്വര്യമുണ്ടോ അതെല്ലാം അതിൽ നിന്നാണ് ഉണ്ടായത്. പക്ഷെ അദ്ദേഹത്തിന് ലെവലേശം അഹങ്കാരമില്ല. ആ ശക്തിവിശേഷത്തിന് ഒരഹങ്കാരവും ഇല്ല. അതിനെ അറിയുവാൻ മറ്റാർക്കും ആവുകയുമില്ല. അതുകൊണ്ട് തന്നെ അതിനെ മനസ്സിലാക്കുവാൻ ആർക്കും കഴിയില്ല. ആ ഈശ്വരനെ മനസ്സിലാക്കുവാൻ ആർക്കും കഴിയില്ല. ഋഷികൾക്ക് പോലും പ്രപഞ്ചമേതിൽ നിന്നുണ്ടായ ഏതോ ഒരു ശക്തിയുണ്ട്, പക്ഷെ അതിനെ മനസ്സിലാക്കുവാൻ അവർക്ക് പോലും കഴിഞ്ഞിട്ടില്ല. ഇനി 22 നോക്കാം. ജീവികളുടെ ശരീരം അനിത്യവും വിനാശ സ്വഭാവമുള്ളതാണ്. അതിൽ നിന്നുമുണ്ടായ ജീവികളെല്ലാം വിനാശ സ്വഭാവമുള്ളതാണ്. അതിനൊരു കാലമുണ്ട്, ആ കാലം വരെ അത് നിലനിൽക്കുകയുള്ളൂ. ഏതുപോലെ എന്നാൽ ഒരു കുട്ടി കടപ്പുറത്തൊരു മണ്ണ് കൊണ്ടൊരു ഇങ്ങനെ കെട്ടിടം മാറി കെട്ടും, പൊളിക്കും, പിന്നെയും കെട്ടും, പൊളിക്കും. അപ്പോൾ നമുക്കത് നിസ്സാരമാണ്. പക്ഷെ അതൊന്ന് ഉണ്ടാക്കിക്കഴിഞ്ഞാൽ അടുത്ത നിമിഷം പൊളിക്കുകയും ചെയ്യും. അത് ശാശ്വതമല്ല. ഇതേപോലെ തന്നെയാണ് ഓരോ കർമ്മത്തിന് വേണ്ടി മനുഷ്യരെ സൃഷ്ടിക്കുന്നു, ഇല്ലാതാക്കുന്നു. ഒരു രോഗമുണ്ടാക്കുന്നു, ഇടിച്ചു പൊളിച്ച് ഇല്ലാതാക്കുന്നു, പിന്നെ അതേപോലെ ഉണ്ടാക്കുന്നു. ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് സൈക്ലിക്കായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അങ്ങനെ ഉണ്ടാകുന്ന വസ്തുക്കൾക്കെല്ലാം വിനാശ സ്വഭാവമുണ്ട്. അതിന് പ്രദക്ഷിണം പരിവർത്തനം സംഭവിക്കുന്നെങ്കിലും അന്തരാമിയായ അതിന് സമഭാവനയാണുള്ളത്. അതിന് കാലത്തിനനുസരിച്ച് പല പരിവർത്തനങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ട് കാലചക്രത്തിലൂടെയാണ് അത് സഞ്ചരിക്കുന്നത്. പണ്ട് കാലത്തുള്ള മനുഷ്യൻ്റെ വലിപ്പവും ഉയരമൊന്നുമല്ല ഇപ്പോഴുള്ളത്. പണ്ടുള്ള മനുഷ്യർക്കുള്ള ആരോഗ്യമല്ല ഇപ്പോഴുള്ളവർക്ക്. പണ്ടുള്ള മനുഷ്യർക്കുള്ള ആയുസ്സല്ല ഇപ്പോഴുള്ളവർക്ക്. അതിങ്ങനെ കാലത്തിനനുസരിച്ച് കാലം ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ച് അത് മാറിക്കൊണ്ടു പോവുകയാണ്. അങ്ങനെ അതേസമയം ഒരേ സമയം തന്നെ അത് പല രൂപങ്ങളും എടുക്കും. മനുഷ്യരാകും, പട്ടിയാകും, പൂച്ചയാകും, എല്ലാം ചെയ്യും. അതേസമയം അതിന് സമഭാവനയാണുള്ളത്. അത് തന്നെയാണ് എല്ലാമായി മാറുന്നത് കൊണ്ട് അത് എല്ലാറ്റിനെയും ഒരുപോലെയാണ് കാണുന്നത്.
അതൊരു ഹിന്ദുവായി, ഒരു മുസ്ലിമായി, ക്രിസ്ത്യാനി രൂപത്തിലെല്ലാം പ്രകടമാകുന്നുണ്ടെങ്കിലും അതിനെയെല്ലാം ഒരുപോലെ തന്നെയാണ്. ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യാനി എല്ലാം ഒന്ന് തന്നെയാണ്. കാരണം അത് തന്നെയാണ് അതായിട്ട് മാറിയിരിക്കുന്നത്. ഒരൊറ്റ ശക്തിവിശേഷമാണ് ഈ മനുഷ്യൻ്റെ ഈ ലോകത്തിലുള്ള പട്ടിയും പൂച്ചയും എല്ലായിട്ട് മാറിയിരിക്കുന്നത്. അപ്പം അതിന് സമഭാവനയാണ്. ഈശ്വരന് ആളുകൾ തമ്മിലുള്ള ഒരു ആളോ പട്ടിയോ പൂച്ചയോ മരമോ നല്ല ആളോ മോശാളോ അങ്ങനെയുള്ള ഒരു വ്യത്യാസവും അതിനില്ല. അതിന് സമഭാവനയാണുള്ളത്. ആ ഈശ്വരനെന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ട്, നമ്മളെ ദൈവം നമ്മളെ കുറച്ച് പേരുടേതാണ്, മറ്റുള്ളവരെല്ലാം അതിൻ്റെ ശത്രുവാണ്, അതുകൊണ്ട് ആ ദൈവം നമ്മളെ പരം നിന്നുകൊണ്ട് മറ്റുള്ളവരെ കൂടെ നശിപ്പിക്കുന്നു. ഈ ലോകത്തിൽ ഒരു ശക്തിയേ ഉള്ളൂ. ആ ശക്തിയാണ് എല്ലാമായി മാറിയിരിക്കുന്നത്. അതിന് പല പേരുകളിടും. ഇപ്പം നമ്മൾ വെള്ളത്തിലെ കുമിള പോലെയാണ്. വെള്ളത്തിൽ ഒരു സമുദ്രത്തിലെ കുമിള എന്ന് പറഞ്ഞാൽ ആ വെള്ളം സമുദ്രം തന്നെയാണ്. കുറച്ച് സ്ഥലം പൊന്തിക്കിടക്കുന്നു. അപ്പം ആ കുമിളക്ക് നമ്മൾ ചെറിയ പേര് കൊടുക്കും. ചിലപ്പോൾ വലിയ കുമിള, ചെറിയ കുമിള, മധ്യ ഇടത്തരം കുമിള എന്നെല്ലാം നമ്മൾ പേര് കൊടുക്കും. അത് നമ്മൾ കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ മനുഷ്യർ ഇവിടെ ജനിക്കുന്നുണ്ട്. ചിലവരെ നമ്മൾ ഹിന്ദു എന്ന് പറയും, ക്രിസ്ത്യാനി എന്ന് പറയും, മുസ്ലിം എന്ന് പറയും. പക്ഷെ അത് നമ്മളുണ്ടാക്കിയതാണ്. അല്ലാതെ ആ ശക്തിവിശേഷം കുറേ മനുഷ്യരെ സൃഷ്ടിച്ചിട്ടുണ്ട്. നമ്മളതിന് ഓരോ പേര് കൊടുത്തിട്ടുണ്ട് തിരിച്ചറിയാൻ വേണ്ടിയിട്ട്. പ്രമോദ് എന്ന് പേര് കൊടുത്തിട്ടുണ്ട്, വേറെയൊക്കെ രാമൻ എന്ന് പറഞ്ഞ്, കൃഷ്ണൻ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് പേര് കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതിനെയെല്ലാം ഒന്ന് തന്നെയാണ്. അത് ശരീരത്തിന് അതീതമായി വർത്തിക്കും. അത് നമ്മളിൽ വർത്തിക്കുമ്പോൾ ഈ ശരീരത്തിൻ്റെ കാര്യം മാത്രമല്ല നോക്കുക. അടുത്തൊരു തെങ്ങുണ്ടെങ്കിൽ ആ തെങ്ങിൻ്റെ ധർമ്മം അത് ചെയ്യും. നമ്മളെ ധർമ്മം ചെയ്യുമ്പോൾ അത് അടുത്ത ജീവിയുടെ ധർമ്മവും ചെയ്യും. അതുകൊണ്ട് ശരീരം നോക്കിയിട്ടല്ല അത് വർക്ക് ചെയ്യുന്നത്. അത് എല്ലാത്തിനെയും വർക്ക് ചെയ്യിപ്പിക്കുകയാണ്. ശരീരത്തിന് അതീതമായിട്ടാണ് അത് വർത്തിക്കുന്നത്. അത് നമ്മളുണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ വളർത്തുകയായിട്ടല്ല ഇതിൻ്റെ ബന്ധമുള്ളത്. ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം അത് തന്നെയാണ്. അപ്പോൾ എല്ലാറ്റിലും അത് വർത്തിക്കുകയാണ്. അത് ശരീരം നോക്കിയിട്ടല്ല. അത് നിത്യനും അചലനുമാണ്. അത് നിത്യനാണ്. അതിന് നാശമൊന്നുമില്ല. അതെവിടെയെങ്കിലും പോയി കളിയൊന്നുമില്ല. അതാണ് ശാശ്വതമായിട്ട്. അതുകൊണ്ടാണ് അതിനെ സത്യം എന്ന് പറയുന്നത്. ഇപ്രകാരം പ്രകൃതി ഗുണങ്ങളിൽ നിന്ന് മാറി എല്ലാറ്റിൻ്റെയും ആത്മസ്വരൂപമായി വർത്തിക്കുന്ന അതിനെ അറിഞ്ഞ ശേഷം ജ്ഞാനിയായ മനുഷ്യൻ ഒരിക്കലും ലവലേശം ശോകം പ്രകടിപ്പിക്കുന്നില്ല. ഈ സത്യം മനസ്സിലാക്കി അതിനെന്ത് വേണം? പ്രാകൃത ഗുണങ്ങളിൽ നിന്ന് മാറണം. നമ്മൾ പ്രാകൃതമായി, ഈ ഗുണങ്ങളെല്ലാം പ്രാകൃതമാണ്. പ്രമോദ് എന്ന് പറയുമ്പോൾ ഈ ഒരു രൂപത്തിൽ നമ്മൾ ചിന്തിക്കുന്നതെല്ലാം മിഥ്യാധാരണയാണ്. എല്ലാം അത് തന്നെയാണ്. ഈ രൂപത്തിൽ വന്നതും വേറൊരു തെങ്ങിൻ്റെ രൂപത്തിൽ വന്നതും എല്ലാം അത് തന്നെയാണ്. ആ സത്യം മനസ്സിലാക്കിയിട്ട് ഈ രൂപവ്യത്യാസങ്ങളിലൊന്നും നമ്മൾ താല്പര്യം കൊടുക്കാതെ, അതിനെയെല്ലാം മറന്നുകൊണ്ട്, രൂപവ്യത്യാസങ്ങളിലൊന്നും താല്പര്യം കൊടുക്കാതെ അതിനെ മറന്നുകൊണ്ട് എല്ലാത്തിലും ഒരേ ശക്തിവിശേഷമാണ് വർത്തിക്കുന്നതെന്ന് മനസ്സിലാക്കി എല്ലാം ഒന്ന് തന്നെയാണ്. ഉദാഹരണമായിട്ട് ഒരു സ്വർണം ഉപയോഗിച്ചിട്ട് നമുക്ക് വളയുണ്ടാക്കാം, മാലയുണ്ടാക്കാം. പക്ഷേ ബുദ്ധിയുള്ളവൻ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇതെല്ലാം സ്വർണമാണ്. വെറുതെ ഇങ്ങനെ നീട്ടത്തിലും വളച്ചുകല്ലും ഉണ്ടാക്കി എന്നല്ലാതെ അതെല്ലാം സ്വർണമാണ്, അത് തമ്മിൽ ഒരു വ്യത്യാസമില്ല എന്നുള്ള നിലയിൽ ശാസ്ത്രീയമായി ചിന്തിക്കാൻ കഴിയുന്നവന് ഒരിക്കലും ലവലേശം ശോകം പ്രകടമാവുകയില്ല. എന്തുകൊണ്ട് ദുഃഖം പ്രകടമാകുന്നില്ല? ആ ശക്തി തന്നെയാണ് ഞാനായിട്ട് വന്നത്. എന്നെക്കൊണ്ടെല്ലാം ചെയ്യിപ്പിക്കുന്നതും ആ ശക്തിയാണെന്ന് മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കെന്തിനാണ് പ്രയാസം? ഒരു നാടകത്തിലെ പോലെ നമുക്ക് ജീവിക്കാൻ പറ്റും ഈ സത്യം മനസ്സിലാക്കുന്നവന്. ഒരു നാടകത്തിൽ നമ്മൾ പിച്ചക്കാരനായിട്ട് അഭിനയിക്കുകയാണെങ്കിൽ നമുക്ക് വിഷമമൊന്നുമില്ല. നമ്മൾ ഭംഗിയിൽ സന്തോഷത്തോടു കൂടി അഭിനയിക്കും. കാരണം നമ്മളത് ചെയ്യാൻ ബാധ്യസ്ഥരാണ്. അതുപോലെ തന്നെ നമ്മൾ ജനിച്ചതും അതിൻ്റെ ഒരു നാടകത്തിൻ്റെ ഭാഗമായിട്ടാണ്. അത് നമ്മളോട് ഇങ്ങനെയെല്ലാം ചെയ്യാൻ പറയുന്നു. അത് തന്നെ നമ്മളായി വന്നിട്ടുണ്ട്.
അത് തന്നെയാണ് നമ്മളിരുന്നു കൊണ്ട് ഇതെല്ലാം ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് നമ്മളെ എവിടെയോ എത്തിക്കണ്ടെടുത്ത് കൊണ്ടുപോയിക്കോളും. ആ നാടകം പോലെ നമുക്ക് ലവലേശം എന്തില്ല, ശോകമൊന്നും ഉണ്ടാവില്ല. ഇതാണ് ആത്മജ്ഞാനിയുടെ ലക്ഷണം. അപ്പം ആത്മജ്ഞാനി, ആത്മീയതയിലേക്ക് തിരിയുന്ന ഒരു വ്യക്തിയുടെ ലക്ഷണം ഇതായിരിക്കണം. എന്താണ് ആത്മീയതയിലേക്ക് തിരിയുന്നതിൻ്റെ ലക്ഷണം? എല്ലാം ഒരേ ആത്മാവാണെന്ന് ആദ്യം മനസ്സിലാക്കുക. ആത്മീയവാദി എന്നെല്ലാം പറയുന്നവർ ആദ്യം മനസ്സിലാക്കേണ്ട തത്വം എല്ലാം ഒരേ ആത്മാവാണ്, ഒരേ ശക്തിവിശേഷമാണ് പലതായിട്ട് വന്നിട്ടുള്ളത്. ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയെല്ലാം നമ്മൾ കൊടുത്ത പേരുകളാണ്. ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും ശൂദ്രനും എല്ലാം നമ്മൾ കൊടുത്ത പേരുകളാണ്. ഇതിലെല്ലാം വർത്തിക്കുന്നത് ആ ശക്തിവിശേഷമാണ്, ഒരൊറ്റ ശക്തിയാണ്. അതുതന്നെയാണ് ഇതെല്ലാമായിട്ട് മാറിയിരിക്കുന്നത്. അതുകൊണ്ട് നമ്മിലെല്ലാമുള്ള ശക്തിവിശേഷം ഒന്നാണ്. അതുകൊണ്ട് നമ്മൾ ഈശ്വരൻ എന്ന് ചിന്തിക്കുമ്പോൾ ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം ഉണ്ടോ അതിൻ്റെ എല്ലാം ഈശ്വരൻ ഒന്നാണ്. അത് നിർഗുണമായ ബ്രഹ്മമാണ്. ആ നിർഗുണമായ ബ്രഹ്മത്തെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പൂർണ്ണമായി മനസ്സിലാക്കാനും പറ്റില്ല. ഈശ്വരനെ നമുക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ പറ്റില്ല. ആ ബ്രഹ്മത്തെ നമുക്ക് പൂർണ്ണമായി മനസ്സിലാക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് ബ്രഹ്മത്തിന് എന്ത് രൂപം കൊടുക്കാഞ്ഞത്. ബ്രഹ്മത്തിൻ്റെ ഒരു അമ്പലമില്ല. യഥാർത്ഥ ഈശ്വരൻ ബ്രഹ്മമാണെങ്കിലും അതിൻ്റെ ഒരു അമ്പലത്തിൽ ഒരു പ്രതിമ രൂപത്തിൽ എവിടെയും കാണില്ല. ബ്രഹ്മത്തിൻ്റെ രൂപം ഇങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു രൂപം കാണില്ല. ഏത് രൂപത്തിലും ആക്കാം, എന്നിട്ട് അതിനെ വേണമെങ്കിൽ ബ്രഹ്മം എന്ന് വിളിക്കാം. യുക്തിവാദികൾ ലുട്ടാപ്പീനെ എടുത്തിട്ട് ബ്രഹ്മം എന്ന് പറയുകയാണ്. ലുട്ടാപ്പിയും ബ്രഹ്മം തന്നെയാണ്. കാരണം ബ്രഹ്മം തന്നെയാണ് അതായിട്ട് മാറിയിരിക്കുന്നത്. അങ്ങനെ ഒരു വിശാലാർത്ഥത്തിൽ ചിന്തിക്കുമ്പോൾ ഈ കാണുന്നതെല്ലാം വെറും ബ്രഹ്മത്തിൻ്റെ ഒരു മായാപ്രകടനം മാത്രമാണ്. ഈ തരത്തിൽ നമ്മളതിനെ മനസ്സിലാക്കണം. അടുത്തത്